IC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അനാലിസിസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേക്കൊക്കെ ചോദിക്കുക. നമ്മുടെ ക്യാറ്റിന് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പഠിച്ച എസ്സേക്കൊക്കെ അത്യാവശ്യം കുറച്ചുണ്ട്, പക്ഷേ എസ്സേക്കും അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അനാലിസിസ് അല്ലെങ്കിൽ IC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറലിസ്റ്റ് മെത്തേഡാണ്. എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് സിൻറ്റാക്റ്റിക് അനാലിസിസ്, ഒരു സെൻറ്റൻസിനെ ലാംഗ്വേജിലെ സെൻറ്റൻസിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് IC അനാലിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് IC അനാലിസിസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്ലൂംഫീൽഡ് എന്ന് പറയുന്ന ഒരാളാണ്. BLOOMFIELD, ബ്ലൂംഫീൽഡ് 1993 അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വർക്കിൽ ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ IC അനാലിസിസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്ലൂംഫീൽഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു IC അനാലിസിസിൻ്റെ പിന്നിലുള്ള കുറച്ച് തിയറിയും ഫോർമുലാസ് അതൊക്കെ കൊണ്ടുവന്നത് മറ്റ് 2 പേരാണ്. അവരുടെ പേര് പറ്റുമെങ്കിൽ പഠിക്കുക. റൂളൻ വെൽസും സെലിഗ് ഹാരിസും. റൂളൻ വെൽസ് ROULONWELLS, പിന്നെ സെലിഗ് ഹാരിസ് ZELLIGHARRIS. അപ്പം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്ലൂംഫീൽഡ് ആണ് 1993. പിന്നെ IC അനാലിസിസിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ അനലൈസിങ് ഈച്ച് അട്ടറൻസ് ഇൻ ടു ദ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ്സ് പോസിബിൾ. ഇവിടെ അട്ടറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെൻറ്റൻസ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ലാംഗ്വേജിലുള്ള, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഓരോ സെൻറ്റൻസിനെയും നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ആ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്ത് മാറ്റുക. അതാണ് IC അനാലിസിസ്. അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പം മനസ്സിലാവും. അപ്പം IC അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൈനറി ഡിവിഷൻ അല്ലെങ്കിൽ ബൈനറി കട്ട് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ബൈനറി എന്ന് പറഞ്ഞാൽ 2. അപ്പം ഒരു സെൻറ്റൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം അതിനെ ആദ്യം 2ആയിട്ട് മുറിക്കാം. 2 മീനിങ് ഫുൾ പാർട്ടായിട്ട് അതിനെ കട്ട് ചെയ്യും. പിന്നെ ഈ 2 മീനിങ് ഫുൾ പാർട്ടായിട്ട് കട്ട് ചെയ്തല്ലോ, ഈ ഓരോ പാർട്സിനെയും വീണ്ടും നമുക്ക് 2 മീനിങ് ഫുൾ പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂല, ഇനി കട്ട് ചെയ്താലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഇത് കിട്ടൂല എന്നുള്ളപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം ബൈനറി കട്ട്സ് ആണ് അല്ലെങ്കിൽ ബൈനറി സെഗ്മെന്റേഷൻ ആണ് നമ്മൾ IC അനാലിസിസിൽ ഉപയോഗിക്കുന്നത്. ഒരു സെന്റൻസിനെ 2ആയിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ ഫ്രേസസ് ആയിട്ട് മാറൂലേ, ആ ഫ്രേസസിനെയും പിന്നെയും 2ആയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2ൽ കൂടുതലായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അതാണ്. പിന്നെ ഈ കട്ട് ചെയ്യുമ്പം നമ്മൾ ഓരോ ഇതിനെയും കോൺസ്റ്റിറ്റ്യുവൻസ് എന്നാണ് പറയുന്നത്. അത് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി. അതൊരു സെൻറ്റൻസ് ആണ്. ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി. അപ്പോൾ ആ ഒരു സെൻറ്റൻസിനെ, ഈ ഒരു എൻറ്റയർ സെൻറ്റൻസ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സംഭവം. ഇതിനെയാണ് നമ്മൾ IC അനാലിസിസ് നടത്താൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സംഭവമാണ് ഇതിനകത്ത്. അപ്പം ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന സെൻറ്റൻസ്. ആ ഒരു ഹയർ ലെവൽ ഓഫ് IC അനാലിസിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് IC അനാലിസിസ് ചെയ്യാൻ വേണ്ടി തരുന്ന ആ ഒരു സെൻറ്റൻസ്, അതിനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ കൺസ്ട്രക്ഷനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന 2 സംഭവങ്ങളെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പം ഫസ്റ്റ് നമുക്ക് അവർ തരുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിലുള്ള സെൻറ്റൻസിനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷനെ നമ്മൾ ബൈനറി കട്ട് ചെയ്യും, 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി, അതൊരു കൺസ്ട്രക്ഷൻ ആണ്. അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 2 മീനിങ് ഫുൾ യൂണിറ്റ്സ് ആയിട്ട് ഈ ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ദ ബോയ്സ് ഒരു പാർട്ടും പിന്നെ ഷൗട്ടഡ് ലൗഡ്ലി അടുത്ത പാർട്ടും. അപ്പം ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമുക്ക് 2 മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈനറി കട്ട്, ദ ബോയ്സും പിന്നെ ഷൗട്ടഡ് ലൗഡ്ലി. അപ്പം ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന കൺസ്ട്രക്ഷനെ നമ്മൾ ബൈനറി കട്ട് വഴി 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ ബോയ്സ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടാണ് ഷൗട്ടഡ് ലൗഡ്ലി. അപ്പം ഇങ്ങനെയുള്ള ഈ 2 പാർട്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്ന് പറയുന്നത്, ലോവർ ലെവലിലുള്ള സംഭവം. അതായത് നമ്മൾ കൺസ്ട്രക്ഷനെ ബൈനറി കട്ട് ഉപയോഗിച്ച് എന്താണ് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന അതിനെയാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഹയർ ലെവലാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന, ദ ഒറിജിനൽ സെൻറ്റൻസ് ആണ് കൺസ്ട്രക്ഷൻ.
പിന്നെ ദ ഒറിജിനൽ സെന്റൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ്. ബൈനറി കട്ട് ഉപയോഗിച്ച് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മാറ്റും. അപ്പം ഈ ഒരു സെന്റൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദ ബോയ്സും ഷൗട്ടഡ് ലൗഡ്ലി. ഇനി ഓരോന്നിനെയും പിന്നെയും ഡിവൈഡ് ചെയ്യാലോ. ദ ബോയ്സ്, അതിനെ വീണ്ടും നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഒരു പാർട്ടും പിന്നെ ബോയ്സ് എന്ന് പറയുന്ന അടുത്ത പാർട്ടും. കാരണം ഇത് രണ്ട്, ദ എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഒക്കെയാണ് ദ. പിന്നെ ബോയ്സ്. ഇനി ഷൗട്ടഡ് ലൗഡ്ലിനെ അതുപോലെ ഞാൻ എൻ്റെ ഫോട്ടോ ഇടാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ദ ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുമ്പം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഷൗട്ടഡ് ഒരു പാർട്ടും ലൗഡ്ലി അടുത്ത പാർട്ടും. അപ്പം ഇതെന്താണ്, ഇവിടെ ദയും ബോയ്സും കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ ആയിട്ട് എന്ത് വരും? ദ ബോയ്സ് കൺസ്ട്രക്ഷൻ ആയിട്ട് വരും. അതുപോലെ ഷൗട്ടഡ് ലൗഡ്ലിയും കൺസ്ട്രക്ഷൻ ആയിട്ട് വരും. ഏതൊരു സെന്റൻസിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു ഫ്രേസിൽ നിന്നാണോ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസിനെ കിട്ടുന്നത് അല്ലെങ്കിൽ സ്മോളർ യൂണിറ്റ്സിനെ കിട്ടുന്നത്, ആ സ്മോളർ യൂണിറ്റ്സിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയും. അതിന്റെ മുകളിലുള്ള ബിഗർ യൂണിറ്റിനെ, ഏതിൽ നിന്നാണോ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ എടുത്തത്, അതിനെ നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒറിജിനൽ സെന്റൻസ് മാത്രമല്ല കൺസ്ട്രക്ഷൻ, പിന്നീട് വരുന്ന ഒറിജിനൽ സെന്റൻസിനെ നമ്മൾ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസും പിന്നെയും മീനിങ് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും. അതാ ഒരു ഫോട്ടോ അയക്കുമ്പം മനസ്സിലാവും. അത് ഫോട്ടോ നോക്കി വോയിസ് കേട്ടാൽ മതി, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ അടുത്തത്, അപ്പം ദയും ബോയ്സും. ദനെ നമുക്ക്, അപ്പൊ ദയും ബോയ്സും, ദ ബോയ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ദയും ബോയ്സും. ദനെ നമുക്ക് പിന്നെ വീണ്ടും മീനിങ് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. THE ദ എന്ന് പറയുന്നത് ബേസിക് എന്താണ്, ലോവസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ്. അതിന് നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല മീനിങ് ഫുൾ ആയിട്ട്. പക്ഷെ ബോയ്സ് അങ്ങനല്ല. ബോയ് എന്ന് പറയുന്ന ഇതായിട്ടും എസ് എന്ന് മാത്രമുള്ളതായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കാരണം ഈ എസ്, ES ഇങ്ങനെയുള്ള കുറച്ച്, അതുപോലെ ED, ഈ പാസ്റ്റ് ഫോം ഒക്കെ ഇല്ലേ, അതുപോലെ LY, ഈ അഡ്ജക്റ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ടാണ് ഇവർ കാണുന്നത്. കാരണം അത് ഒരുപാട് വേർഡ്സിൽ വരുന്നുണ്ട്. ഇപ്പം കുറേ സിംഗുലർ ആയിട്ടുള്ള നൗണിനെയൊക്കെ നമ്മൾ പ്ലൂറൽ ആക്കാൻ എസ് ഓർ ES ചേർക്കാറുണ്ട്. അതുപോലെ പാസ്റ്റ് ആക്കാൻ ED ചേർക്കാറുണ്ട്. അതുപോലെ അഡ്ജക്റ്റീവ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ LY ചേർക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ES, ED, LY ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളെ നമ്മൾ മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ബോയ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവന്റിനെ, അപ്പൊ ഇപ്പം ബോയ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും. കാരണം അതിനെ നമുക്ക് രണ്ട് കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബോയും എസും. അത് രണ്ടും മീനിങ് ഫുൾ ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് മീനിങ് ഉണ്ട്. ഇനി അടുത്തത് ഷൗട്ടഡ് എന്ന് പറയുന്നതിന്, ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന കൺസ്ട്രക്ഷനെ നമ്മൾ രണ്ടാക്കി, ഷൗട്ടഡും ലൗഡ്ലിയും. ഇതിൽ ഷൗട്ടഡിനെ വീണ്ടും രണ്ട് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഷൗട്ടും പിന്നെ ED. കാരണം അത് പാസ് ഫോമിൽ ഉപയോഗിക്കുന്നതാണ്, അത് മീനിങ് ഫുൾ ആണ്. അതുപോലെ ലൗഡ്ലിനെ ലൗഡും LYയും. അപ്പം ഇതാണ് IC അനാലിസിസ്. ഇത് മൂന്നോ നാല് രീതിയിലൊക്കെ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ട്രീ ഡയഗ്രാം ഉണ്ട്, ബോക്സ് ഡയഗ്രാം ഉണ്ട്, പിന്നെ ടോപ്ലെസ് ബോക്സ് ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അങ്ങനെ 4 രീതിയിൽ നമുക്ക് ഈ IC അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ IC അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബ്ലൂംഫീൽഡ് ആണ് 1993 അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന വർക്കിൽ. അപ്പോൾ IC അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. അതെന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജിലുള്ള ഒരു സെന്റൻസിനെ നമ്മൾ സ്മോളർ മീനിങ് ഫുൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ്. IC അനാലിസിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിനെ ബൈനറി കട്ട് നടത്തിയിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആയി ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്കൊരു സെന്റൻസ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതിനെ ബൈനറി കട്ട്, ആ ഒരു സെന്റൻസിനെ രണ്ട് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ സെന്റൻസിനെ നമ്മൾ കൺസ്ട്രക്ഷൻ എന്നും പറയും. ഇതിനെ ഫർദർ ഡിവൈഡ് ചെയ്യുന്ന ഏത് ചെറിയ യൂണിറ്റ് ആയിട്ട് മാറ്റുമല്ലോ, ആ ചെറിയ യൂണിറ്റ്സിനെ ഓരോന്നിനെയും കോൺസ്റ്റിറ്റ്യുവന്റ് എന്നും വിളിക്കും. ഈ കോൺസ്റ്റിറ്റ്യുവന്റിനെ പിന്നെയും ഒരു പക്ഷേ എപ്പോഴും പറ്റണം എന്നില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ വീണ്ടും മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് വീണ്ടും കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും. പിന്നെ അതിനെ വീണ്ടും ചെറിയ മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്യപ്പെടുമ്പോൾ ആ കട്ട് ചെയ്യപ്പെടുന്ന പാർട്സിനെ നമ്മൾ പുതിയ പാർട്സ് ആയിട്ട് ഫോം ചെയ്യുന്ന അതിനെ വീണ്ടും കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ബൈനറി കട്ട് നടത്തി ലാസ്റ്റ് ഇനി ഫർദർ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് വരെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നൊരു കാര്യമുണ്ട്,
ഓരോ കൺസ്ട്രക്ഷനെയും രണ്ടായിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നായിട്ടും പറ്റൂല, ഒന്നായിട്ടും പറ്റൂല, രണ്ടായിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈനറി കട്ടാണ് IC അനാലിസിൽ പോസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഇത് പറയുകയാണെങ്കിൽ IC അനാലിസിൽ ഫൈനൽ ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻറ്റിനെ നമ്മൾ അൾട്ടിമേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്ത് ബോയി, പിന്നെ എസ്, ഷൗട്ട്, പിന്നെ ED, പിന്നെ ലൗഡ്, LY, ഇതെല്ലാം അൾട്ടിമേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. കാരണം ബോയിനെ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മീനിങ് ഫുൾ ആയിട്ട്. ആ ഒരു വേർഡ് സിംഗിൾ വേർഡ് ആണ്, അതിനെ പിന്നെ ഡിവൈഡ് ചെയ്ത് അതിന്റെ മീനിങ് നഷ്ടപ്പെടും. അതുപോലെ എസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ES, ED, LY എന്നൊക്കെ പറയുന്നതൊക്കെ മീനിങ് ഫുൾ യൂണിറ്റ്സ് ആണ്. അതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുപോലെ ഷൗട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ബേസ് ഫോം ആണ്. അതിനെ ഇനി നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ചെറിയ മീനിങ് ഫുൾ യൂണിറ്റ്. അപ്പൊ അതുപോലെയാണ് ലൗഡ്, ED, LY ഒക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ IC അനാലിസിസ് നടത്തി ഒരു സെന്റൻസിന്റെ ഏറ്റവും എന്താണ് സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് നമുക്ക് ലാസ്റ്റ് കിട്ടും. അതിനെ ഫെർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ്. അൾട്ടിമേറ്റ് അവസാനം വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ്. കോൺസ്റ്റിറ്റ്യുവന്റ് അറിയാലോ, കൺസ്ട്രക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് കോൺസ്റ്റിറ്റ്യുവന്റ്. അപ്പം IC അനാലിസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം IC അനാലിസിലെ അൾട്ടിമേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഒഴിച്ച് ബാക്കി ഇതിന് മുമ്പ് വരുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും കൺസ്ട്രക്ഷനും കൂടെയാണ്. കാരണം അതൊന്ന് ചിന്തിച്ചാൽ മതി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സെന്റൻസിനെ അല്ലെങ്കിൽ ഫ്രേസിനെ നമുക്ക് പിന്നെയും രണ്ട് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒറിജിനലി തന്ന സെന്റൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിനെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയും, ഡിവൈഡ് ചെയ്ത് കിട്ടിയ പാർട്സിനെ. ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തായിട്ട് മാറും, കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഏതിന്റെ കൺസ്ട്രക്ഷൻ ആണ്, ഏതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് എന്നൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഫോർ എക്സാമ്പിൾ, ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി, ആ ഒരു ഫുൾ സെന്റൻസ് എടുക്കുവാണെങ്കിൽ അതൊരു കൺസ്ട്രക്ഷൻ ആണ്. ഏതിന്റെ കൺസ്ട്രക്ഷൻ ആണ്? അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ദ ബോയ്സും ഷൗട്ടഡ് ലൗഡ്ലിയും വരും. അപ്പം ദ ബോയ്സിന്റെയും ഷൗട്ടഡ് ലൗഡ്ലിയുടെയും കൺസ്ട്രക്ഷൻ ആണ് ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി. അപ്പം ദ ബോയ്സും ഷൗട്ടഡ് ലൗഡ്ലിയും അതുപോലെ ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലിയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ദ ബോയ്സും ഷൗട്ടഡ് ലൗഡ്ലി എന്ന് പറയുന്ന രണ്ട് പാർട്സ്. ഇനി ഈ ദ ബോയ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവന്റിനെ നമുക്ക് രണ്ട് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ദയും ബോയ്സും. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പം ദയുടെയും ബോയ്സിന്റെയും കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും ദ ബോയ്സ് എന്ന് പറയുന്ന ഒറ്റ ഫ്രേസ്. ദ ബോയ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആയിട്ട് മാറും. ഏതിന്റെ? ദയുടെയും ബോയ്സിന്റെയും കൺസ്ട്രക്ഷൻ. അതുപോലെ ദയും ബോയ്സും കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മാറും. ഏതിന്റെ? ദ ബോയ്സിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. അത് ആ പിക്ചറും കൂടെ നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി.